ഇന്ന് നമുക്ക് ചപ്പാത്തി കഴിക്കാനായിട്ട് ഒരു മത്തങ്ങ കൊണ്ടൊരു കൂട്ടാൻ വെക്കാമേ. ഇവിടെ ഇച്ചിരി മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെത്തിയെടുക്കാം. ഇത് മൂത്ത തൊലിയാണ്. എളുപ്പം തൊലിയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ മൂത്തമായിട്ട് നമുക്ക് കട്ട് ചെയ്താൽ കളയാം. എന്നിട്ട് ഇത് അരിഞ്ഞുകൊണ്ട് വരാമേ. തൊലിയെ ചെത്തി കളയാമേ. ഇത് മൂത്ത തൊലിയായി, ഇത് നമുക്ക് കളയാം. എല്ലാം തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് മുറിക്കണേ. ഇതുപോലെ ഈ കനത്തി വേണം മുറിച്ചെടുക്കാൻ. എല്ലാം നമുക്ക് മുറിച്ചെടുക്കാം. ഒരു പാത്രം അടുപ്പ് വെച്ച് ചൂടായേ. കടുകെണ്ണ ഒഴിച്ചു. എണ്ണ പൊട്ടിച്ചെടുക്കാൻ നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പിടാം. കടുകെണ്ണയ്ക്കകത്ത് ഇഷ്ടമില്ലാത്ത ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. അത് പോകാനായിട്ട് ഇച്ചിരി ഉപ്പിട്ട് ഇതൊന്ന് ചൂടാക്കുമ്പോൾ കടുകെണ്ണ അങ്ങ് നോർമലാവും. അത് കഴിഞ്ഞ് നമുക്ക് 1/2 സ്പൂൺ ജീരകം ഇട്ട്, ജീരകം പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന മത്തങ്ങയായിട്ട് ഇളക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇനി ആവി കയറാനായിട്ട് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് അടച്ചു വെക്കണേ. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇപ്പം മത്തങ്ങ സോഫ്റ്റായേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പുമൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇതൊന്ന് വെള്ളം ഇറങ്ങി വരുമേ. ഒരു വലിയ തക്കാളി ഇട്ട് കൊടുത്തു. ഉപ്പും തക്കാളിയൊക്കെ ആകുമ്പോൾ ഇത് വേവാനുള്ള വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വരും. 2 മിനിറ്റ് നേരം ഒന്നുകൂടെ അടച്ചു വെക്കണേ. അത് കഴിഞ്ഞിട്ട് മത്തങ്ങ ഉടഞ്ഞു പോകാതെ പതുക്കെ ഇളക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കാം. മത്തങ്ങ ഉടഞ്ഞു പോകാതെ ഇളക്കണം. ഉപ്പ് കുറവുണ്ടായിരുന്നു, ഒരു ശകലം ഉപ്പ് ഇട്ട് കൊടുത്തേ. ഒരു മിനിറ്റ് നേരം ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ച്. മുക്കാൽ ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുത്ത്. വീട്ടിലുണ്ടാക്കിയ മസാലയായത്. ഈ ഒരു പാത്രത്തിലോട്ട് നമുക്ക് വിളമ്പി എടുക്കാം. ചപ്പാത്തിക്ക് ഒരു കറിയായേ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. മത്തങ്ങയൊന്നും ആരും കഴിക്കാത്തതല്ലേ. സാമ്പാറിനകത്തൊക്കെ ഒരു കണ്ടിച്ചിടത്തേ ഉള്ളൂ. കറിയായിട്ടൊന്നും വെച്ച് കഴിക്കുകയില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. മത്തങ്ങ ഗുണമുള്ള സാധനമല്ലേ. നമുക്കിത് ചപ്പാത്തിയുടെ കൂടാന്നേ നമ്മൾ 2 ലച്ച പൊറോട്ടയുടെ കൂടെ നമ്മൾ സെർവ് ചെയ്തത്. ചപ്പാത്തി കഴിക്കാനാണ് ഇത് നല്ലത്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.